പാലക്കാട് ഇടവിട്ട് ശക്തമായ മഴ തുടരുന്നു. ഇന്നലെ പെയ്ത മഴയിൽ വടക്കഞ്ചേരി കണ്ണമ്പ്രയിൽ വീട് തകർന്ന് അമ്മയും മകനും മരിച്ചു. കോട്ടേക്കാട് പ്രദേശത്ത് താമസിക്കുന്ന സുലോചനയും മകൻ രഞ്ജിത്ത് എന്നിവരാണ് മരിച്ചത്. രാത്രിയിൽ കിടന്നുറങ്ങുന്നതിനിടെ വീടിനുള്ളിലെ ചുമരിടിഞ്ഞു വീണാണ് അപകടം. പാലക്കാടിന്റെ മറ്റു പ്രദേശങ്ങളിലും മഴക്കെടുതി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പാലക്കാട് വടക്കഞ്ചേരി കണ്ണമ്പ്ര കോട്ടേക്കാടാണ് ദാരുണമായ സംഭവം നടന്നത്. വീട്ടിൽ കിടന്നുറങ്ങിയായിരുന്ന അമ്മയും മകനുമാണ് മരിച്ചത്. സുലോചനയും മകൻ രഞ്ജിത്തും രാത്രി 12:30 ഉറങ്ങുന്ന സമയത്താണ് വീടിൻ്റെ ഒരു മതിൽ ഇടിഞ്ഞ് അവർ മരണപ്പെട്ടത്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് ഈ മതിലിൻ്റെ ഈ ഒരു ഭാഗം നേരത്തെ തന്നെ ഇടിഞ്ഞ് വീണതാണ്. ഇത് കണ്ട് ജനപ്രതിനിധികൾക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു. പക്ഷേ ഇവർ ഈ ഒരു മതിൽ നന്നാക്കാനോ വീട്ടിൽ നിന്ന് മാറി താമസിക്കാനോ തയ്യാറായില്ലെന്നാണ് ഇപ്പോൾ ജനപ്രതിനിധികൾക്കും നാട്ടുകാരടക്കം അറിയിക്കുന്ന ഒരു കാര്യം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ വീടിൻ്റെ നടുവിലായി 2 മുറികളെ വേർതിരിക്കുന്ന ഒരു മതിലുണ്ടായിരുന്നു. ഇതാണ് ഇവിടെ ശരീരത്തിലേക്ക് വീണത്. ഇത് വീണിട്ടാണ് ഇന്നലെ രാത്രിയോടുകൂടി ഇവർ രണ്ടുപേരും മരണപ്പെട്ടത്. നാട്ടുകാർ രാവിലെ 6 മണിയോടുകൂടിയാണ് ഈ ഒരു ദാരുണമായ സംഭവം അറിഞ്ഞത്. നമ്മളോടുകൂടി ഇപ്പോൾ പ്രദേശവാസിയായ ഒരാൾ ചേരുന്നുണ്ട്. ചേട്ടാ, എന്താണ് ഇന്നലെ സംഭവിച്ചത്, എന്താണ് മനസ്സിലാക്കുന്നത്? ഇന്നലെ മകൻ്റെ മേലെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, വന്നിട്ട് അറിയിച്ച് പറഞ്ഞതാണ്. അപ്പോൾ ഇങ്ങനെ കാലത്താണ് അറിഞ്ഞത് ഇതേമാതിരി മരണം. ഈ ചുമര് മേലെ ഈ കട്ടിൻ്റെ മേലേക്ക് വീണ് ഒരു കട്ടിന് മുകളിൽ കിടക്കുകയായിരുന്നു. ആ കട്ടിന് മേലേക്കോടുകൂടി ഇടച്ചുമര് മറിഞ്ഞ് വീഴുകയായിരുന്നു. അങ്ങനെ ആ മരണം കാലത്തറിഞ്ഞപ്പോഴേക്ക് ഇവിടുന്ന് ബോഡി കൊണ്ടുപോകുമ്പോഴേക്ക് ഇവിടത്തു നിന്ന് തന്നെ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഈ അപകടാവസ്ഥർക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇവർക്ക് നേരത്തെ നമ്മുടെ വാർഡ് മെമ്പറൊക്കെ വന്നിട്ട്, മേഘ പറയും, വാർഡ് മെമ്പറിൻ്റെ പേര് മേഘയാണ്. ആ കുട്ടി വന്നിട്ട് പിന്നെ ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ചുമര് ഇവിടെ പൊട്ടിയെടുത്തത് കൊണ്ട് തന്നെ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞങ്ങൾ വേറെ ഒരു ഷെഡ് വെച്ചിരിക്കുക, അതിനുള്ള ക്യാഷൊക്കെ ഞങ്ങൾ ശരിയാക്കി തരാമെന്നൊക്കെ പറഞ്ഞ് ആ കുട്ടി പറഞ്ഞതാണ്. അവരത് അംഗീകരിക്കാണ്ട് പഞ്ചായത്തിൽ നിന്ന് വേറെ ഗവൺമെൻറ് വീട് തരണം പറഞ്ഞിട്ട് അതിൻ്റെ പേരിൽ അവർ ഇത്ര നാളവും അതിൽ താമസിക്കുകയായിരുന്നു. അതുകൊണ്ട് ഇങ്ങനെ ഒരു വിഷമമായത് സംഭവം. ഈ വീട് ഈ ഒരു ഭാഗം പൊളിഞ്ഞ സമയത്ത് അത് നന്നാക്കാനൊന്നും അവർ കൂട്ടാക്കാത്തത് കൊണ്ടായിരുന്നില്ലേ ഇപ്പോൾ ഈ വെള്ളം ഇറങ്ങിയിട്ടാണ് ഇത് ബോധമായിട്ടാണ് മറിഞ്ഞത്. ആ ഇടച്ചുമര് മറിയാൻ കാരണം അല്ലാണ്ട് ഈ സൈഡ് ചുമര് മറിഞ്ഞത് കൊണ്ടല്ല ഇപ്പോൾ ഈ മരണം ഉണ്ടായത്. ഇടച്ചുമര് സെൻട്രൽ കെട്ടിയ ഇടച്ചുമരുകൾ മറിഞ്ഞതാണ്. കട്ടിലിൻ്റെ മേലേക്ക് മറിഞ്ഞിട്ട് 2 അമ്മയും മകനും കൂടി കിടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അമ്മയും മകൻ്റെ മേലേക്കാണ് ഈ ചുമരുകൾ മറിഞ്ഞു വീണത്. വലിയ കട്ടകളായിരുന്നു. അത് ചെറിയ കട്ടകളല്ല, വലിയ കട്ടകളായിരുന്നു. വലിയ കട്ടകൾ തലയ്ക്ക് വീണു. തലയ്ക്ക് മേലെ ആ ചേച്ചീൻ്റെ തല ഇവിടെ പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ ചുമര് കട്ടകൾ ഇവിടെ വീണിട്ടുണ്ടാവും. ഇവിടെ ബോഡി കൊണ്ടുപോകുമ്പോൾ ഞാൻ കണ്ടതാണ്. ബോഡി ഇവിടെയാണ് അടി. ഇവിടെയൊക്കെ ബ്ലഡ് വന്ന് കിടക്കുന്നുണ്ട്. പയ്യനപ്പോഴേക്ക് കൈയൊക്കെ വിറക്കലിച്ചു. അപ്പോൾ മരണം നേരത്തെ ആയിട്ടുണ്ടാവും, ഒരു 2 മണിക്കൊക്കെ ആയിട്ടുണ്ടാവും. അല്ലാണ്ട് കൈയൊക്കെ വിറങ്കലിച്ചു പോയി, ശരീരം വിറച്ചു. അപ്പോൾ മരണം മുമ്പാവാണ്ട് ആവില്ലല്ലോ, അങ്ങനെ സംഭവിച്ചിട്ടാണ് ആയത്. നിങ്ങൾ പറയുമ്പോൾ എന്താ മറുപടി പറയാറുണ്ടായിരുന്നത് വീടിൻ്റെ അപകടാവസ്ഥയെക്കുറിച്ച്? ആ സ്ത്രീ പറഞ്ഞാൽ കേൾക്കത്തില്ല. ഒരു മതി, പഞ്ചായത്തിൽ നിന്ന് വീട് കിട്ടണം എന്നുള്ള ഒരു മെൻറ്റാലിറ്റി ആയിരുന്നു ആ സ്ത്രീക്ക്. ദാരുണമായി അങ്ങനെ ഇപ്പോൾ സംഭവിച്ചു പോയി. പിന്നെ പറഞ്ഞു എന്തായാലും വളരെ ദാരുണമായ സംഭവമാണ് നടന്നത്. നമുക്ക് കാണാൻ കഴിയുന്നത് പോലെ മൺകട്ട കൊണ്ടുണ്ടാക്കിയ പഴയ കാലത്തുണ്ടാക്കിയൊരു വീടാണ്. ഇതിലേക്ക് മഴക്കാലത്ത് വെള്ളം ധാരാളമായി വന്നതോടുകൂടി ഇത് പൊട്ടി ഇരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. നമുക്ക് കാണുന്ന പോലെ മൊത്തം ചളിയാണ്. ഈ ചളി യഥാർത്ഥത്തിൽ മൺകട്ട വെള്ളം ധാരാളമായി വന്നതോടുകൂടി ചളിയായി മാറുകയായിരുന്നു. അങ്ങനെയാണത് ഈ ഒരു മതിലിടിഞ്ഞത്. നേരത്തെ തന്നെ ഈ ഒരു മതിലിടിഞ്ഞതായിരുന്നു. ഉൾഭാഗത്തെ 2 മുറികളെ വേർതിരിക്കുന്ന മതിലിടിഞ്ഞാണ് ഇപ്പോൾ സുലോചനയും രഞ്ജിത്തും മരണപ്പെട്ടിരിക്കുന്നത്. പാലക്കാടിൻ്റെ മൊത്തത്തിൽ ഒരു സാഹചര്യം പറയുകയാണെങ്കിൽ അട്ടപ്പാടിയിലടക്കം വിവിധയിടങ്ങളിൽ മരം വീണ് വലിയ ഗതാഗത തടസ്സം നേരിടുന്നുണ്ട്. വീടിന് മുകളിലേക്കടക്കം നിരവധിയിടങ്ങളിൽ വൈദ്യുതി ലൈൻ പോസ്റ്റും മരങ്ങളടക്കം വീണ് നിരവധിയിടങ്ങളിൽ ഗതാഗത തടസ്സം നേരിടുന്നുണ്ട്. മംഗലം ഡാമിന്റെ ഷട്ടറുകളടക്കം തുറക്കാൻ തീരുമാനമായിട്ടുണ്ട്. എന്തായാലും പാലക്കാട് ജില്ലയിൽ മഴക്കാല കെടുതികൾ തുടരുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. പാലക്കാട് നിന്ന് അരുൺ പുതുപ്പാടിക്കൊപ്പം ആഷിഖ് റഹ്മാൻ, ന്യൂസ് മലയാളം.